അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാൻ അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് മുമ്പിലുള്ളത് 27-ാം രാവും 29-ാം രാവുമാണ്. ഇനിയുള്ള ദിവസം ആരും പാഴാക്കരുത്. ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുക. നാളെ വ്യാഴം രാത്രിയാണ് പരിശുദ്ധ റമളാനിലെ 27-ാം വെള്ളിയാഴ്ച രാവും 27-ാം രാവും സംഗമിക്കുന്ന അത്ഭുത ദിവസം കൂടിയാണ് നാളെ. നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും അനുയോജ്യമായ പുണ്യരാത്രി, അത് ആരും പാഴാക്കരുത്. ആ ഒരു രാത്രിയാണ് നാളെ 27-ാം രാവും വെള്ളിയാഴ്ച രാവും സംഗമിക്കുന്ന ദിവസം. വിദേശ രാജ്യങ്ങളിൽ ഇന്ന് രാത്രിയാണ്, ഇന്ന് ബുധൻ രാത്രിയാണ് 27-ാം രാവ് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുക. ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദ്ർ സംഭവിക്കുക എന്നതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൽ നിന്ന് കണ്ടെത്തിയ കണക്കനുസരിച്ച് 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദ്ർ സംഭവിക്കുക. ലൈലത്തുൽ ഖദ്ർ സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ സ്വഹാബികളോട് 27-ാം രാവിൽ ലൈലത്തുൽ ഖദ്ർ സംഭവിക്കും എന്ന് സൂചിപ്പിക്കും തരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുക ഉണ്ടായിട്ടുണ്ട്. വർഷത്തിൽ ഏറ്റവും പുണ്യമുള്ള രാത്രി ചിലപ്പോൾ നാളെയാകാം. 1000 മാസങ്ങളിലെ ആരാധനയേക്കാൾ ശ്രേഷ്ഠമായ പുണ്യരാത്രിയാണ്. പരിശുദ്ധ വെള്ളിയാഴ്ച രാവും കൂടെ സംഗമിക്കുമ്പോൾ ശ്രേഷ്ഠത കൂടും. അതാരും പാഴാക്കരുത്. മാക്സിമം എല്ലാവരും ഇബാദത്തുകൾ ചെയ്യുക. ഇന്ന് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന 26-ാം രാവാണ്. നാളെ ലൈലത്തുൽ ഖദ്റിന് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് അയിമ്മത്തുകൾ പഠിപ്പിച്ച 27-ാം രാവാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ വളരെ അത്ഭുതം നിറഞ്ഞൊരു പ്രാർത്ഥന നമുക്ക് പഠിക്കാനുണ്ട്. ഈ ദുആ നമ്മൾ ചൊല്ലിയാൽ ആ രാത്രി നമ്മൾ മരിച്ചു പോയാൽ സ്വർഗത്തിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. സ്വർഗം തരുമെന്ന് മാത്രമല്ല, ഈ ദുനിയാവിലെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നും, കടങ്ങൾ, മറ്റു പ്രയാസങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരാകട്ടെ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ദാരിദ്ര്യത്തിൽ നിന്ന് പോലും ആ ദുആ നമ്മെ കൈപിടിക്കുമെന്നാണ് പറയുന്നത്. ഒരു തവണ ആ ദുആ ഒന്ന് ചൊല്ലിയാൽ മതി. പ്രത്യേകിച്ച് ഇന്ന് പറയാൻ കാരണം, നമുക്ക് നാളെ ലൈലത്തുൽ ഖദ്റിന് ഏറെ സാധ്യതയുള്ള 27-ാം രാവ് ആണ്. ഇന്നും ചൊല്ലണം, നാളെയും ചൊല്ലണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകൾ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന അവസാനത്തെ 10 രാത്രികളും പകലുകളും ഒക്കെ നമ്മളിലൂടെ കടന്നു പോവുകയാണ്. എപ്പോഴും രാത്രികൾ മാത്രമാണ് പരിഗണിക്കുന്നത്. രാത്രി മാത്രമല്ല, അതിൻ്റെ പകലിനും പ്രാധാന്യം കൂടുതലുണ്ട്. ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിലും പകലിലും ചൊല്ലേണ്ട ഒരു അത്ഭുതം നിറഞ്ഞൊരു ദുആ ഉണ്ട്. ഈ ദുആ വല്ലാത്തൊരു അത്ഭുതം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ദുനിയാവിലും ആഖിറവും ഉഖ്റവിയുമായ എല്ലാ പ്രയാസങ്ങളും നീങ്ങും. രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിനുള്ളിൽ മരണപ്പെടുകയാണെങ്കിൽ സ്വർഗമാണ്. മറിച്ച് രാത്രി ചൊല്ലിയാലോ, അതും ലൈലത്തുൽ ഖദ്റിൻ്റെ രാവാണെങ്കിൽ ആ രാത്രിയിൽ മരണപ്പെടുകയാണെങ്കിൽ സ്വർഗം തീർച്ചയാണ്. ഏത് പ്രാർത്ഥന ചൊല്ലുമ്പോഴും നമ്മൾ എപ്പോഴും ഉണർത്തുന്നത് പോലെ നല്ല ഇഖ്ലാസോടു കൂടി ദുആ ചെയ്യാൻ ശ്രമിക്കുക. ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിലും പകലിലും പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുക. ഒരു മനോഹരമായ പ്രാർത്ഥന കൂടെയാണ്. സ്വഹീഹുൽ ബുഖാരിയായ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ അഹ്ദിക മാ ഇസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഹു ലക ബിനിഅ്മതിക അലയ്യ വ അബൂഹു ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ ദുആൻ്റെ അർത്ഥം വരുന്നത്: അല്ലാഹുവേ, നീയാണ് എൻ്റെ റബ്ബ്. നീ അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല. നീയാണ് എന്നെ സൃഷ്ടിച്ചത്. ഞാൻ നിൻ്റെ വെറും ഒരു അടിമയാണ്. ഞാൻ നിന്നോടുള്ള കരാറും വാഗ്ദാനവും കഴിയുന്നത്ര പാലിക്കുന്നു അല്ലാ. ഞാൻ ചെയ്തു പോയ എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. എനിക്ക് നീ അനുഗ്രഹം ചെയ്തത് അംഗീകരിക്കുന്നു അല്ലാ. എൻ്റെ പാപങ്ങൾ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ നീ എനിക്ക് പുറത്തു തരണം. തീർച്ചയായും നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുകയില്ല അല്ലാ. ഒന്നും കൂടെ ദുആ ചെയ്യാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക
وأنا على عهدك وعهدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഈ ദുആക്ക് മറ്റൊരു പേരും കൂടെയുണ്ട്. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ്. ഇസ്തിഗ്ഫാറിൻ്റെ ഒക്കെ രാജാവ് എന്നാണ് ഇതിനർത്ഥം വരുന്നത്. അത്രക്കും മഹത്വമുള്ളൊരു ദുആ ആണ് ഈ ദുആ. ഈ ദുആ ഒരു മനുഷ്യൻ പകൽ പറഞ്ഞാൽ നല്ല മനസ്സോടെ, നല്ല ആത്മവിശ്വാസത്തോടെ, നല്ല ഇജാസത്തോടു കൂടെ ഒരാൾ ഈ ദുആ പറഞ്ഞാൽ രാവിലെ ചൊല്ലി വൈകുന്നേരം ആകുമ്പോഴേക്കും അദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. ഇത് പറഞ്ഞിട്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നാൽ ഒരാൾ രാത്രി ചൊല്ലിയാൽ നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മരണപ്പെട്ടാൽ അദ്ദേഹവും ഇതുപോലെ സ്വർഗത്തിലായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്തിഗ്ഫാർ ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ ആയുസ്സും സമ്പത്തും വർദ്ധിക്കും. രാവിലെ മാത്രമാക്കേണ്ട, സുബ്ഹ് കഴിഞ്ഞൊരു തവണയും മഗ്രിബ് കഴിഞ്ഞൊരു തവണയും പതിവാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാവിലോ പകലിലോ ആണല്ലോ നമ്മൾ മരിക്കുക. അപ്പോൾ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വമുള്ള ഒരു ദിവസം കൂടെ ആയതിനാൽ ഒരു തവണയല്ല, ഒരുപാട് തവണ ചൊല്ലി അള്ളാഹുവിലേക്ക് അടുക്കുക. സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ, ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ ലഭിക്കും, ആയുസ്സിൽ വർധനവും ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് എല്ലാവരുടെയും ദുആ അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.